ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മാട്രിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പഴയ വീഡിയോയിൽ നമ്മൾ മാട്രിക്സിനെ കുറിച്ച് പറഞ്ഞെങ്കിലും അതിനത്ര ക്ലാരിറ്റി ഉണ്ടാകുന്നില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ മാട്രിക്സിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താണ് മാട്രിക്സ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ വളരെ പണക്കാരായ മനുഷ്യർ പാവങ്ങളെ പോലെ, നമ്മളെ പോലെയുള്ള പാവങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും അവർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളെ മരണം വരെ ഇങ്ങനെ പണിയെടുപ്പിക്കും. പക്ഷേ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മളറിയില്ല നമ്മൾ അവരുടെ തടവിലാണെന്ന്. നമ്മളിങ്ങനെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ മാട്രിക്സ് എന്ന് പറഞ്ഞ സെറ്റപ്പ്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ പറയും ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ തട്ടിപ്പാണ്, അതുപോലെ ചിന്തിക്കും. പക്ഷേ ഗവൺമെൻറ്റിന് ഇതിൽ വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറും. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരാൾ ഭരിക്കണതല്ല, പല പല ആൾക്കാർ ഇങ്ങനെ മാറി മാറി വരും, പല പല പാർട്ടികളൊക്കെ വരും. അപ്പോൾ അവർ പാർട്ടികളുടെ ഒക്കെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു കൂട്ടായ്മേനെ വളർത്താൻ വേണ്ടിയിട്ട് അവർ അതിൽ നിന്ന് കിട്ടുന്നത് ഫുള്ളും വാരി അവർ കൊണ്ടുപോകും. അതുപോലെ അടുത്ത ആൾ വരുമ്പോൾ അവരും വാരി കൊണ്ടുപോകും. അപ്പം നമുക്ക് വിചാരിക്കും ഈ ഗവൺമെൻറ്റാണ് ഇത് മൊത്തം കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ. അല്ല, അവർക്കും മുകളിലുള്ള വളരെ പണക്കാരായ മനുഷ്യരുണ്ടാവും. അവർ വളരെ സ്ട്രാറ്റജിക്കലായിട്ടായിരിക്കും മൂവ് ചെയ്യുക. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ ദൈവത്തിൻ്റെ കുറിച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ എനിക്ക് ഇതിനെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ദൈവത്തിനെ കൊണ്ടുവരുമ്പോഴാണ്. അപ്പോൾ ദൈവവും പിശാചും തമ്മിലും, പിശാചിൻ്റെ ആൾക്കാരുടെ സൈഡാണ് ഈ മാട്രിക്സ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ദൈവം ഉദ്ദേശിച്ച ഒരു രീതിയുണ്ട് ജീവിക്കുക, മനുഷ്യന്മാർ ജീവിക്കേണ്ട രീതി. അതാണ് ഈ ബൈബിളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നമ്മൾ പഠിക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് അതിന് പകരം എന്താ, വേറെ കുറേ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ തന്നേക്കാം. നമ്മളെ ഒരു പ്രായമാകുമ്പോൾ നമ്മളെ പഠിക്കാൻ വിടുന്നു, പഠിച്ച് കഴിഞ്ഞ് ജോലി കിട്ടി കഴിഞ്ഞ് ഇന്ന ശമ്പളം കിട്ടണ ഒരു ജോലി നമുക്ക് കിട്ടുന്നു പറയുന്നു. അപ്പോൾ ആൾക്കാർ പഠിച്ച് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് പണ്ട് നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ മറക്കും. നമ്മളിപ്പോൾ ഓരോരുത്തർക്കും പല കഴിവുകളുണ്ടായി. ഇപ്പോൾ നമ്മുടെ പൂർവികരും അല്ലെങ്കിൽ അപ്പാപ്പന്മാരൊക്കെ ചിലപ്പോൾ കൃഷിക്കാരൊക്കെ ഇതിൻ്റെ അറിഞ്ഞു. അതൊക്കെ മാറി അവരാരും ഒരു നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ജോലിയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കുടുംബത്തിന് നോക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കുന്നത് തെറ്റാണോ? അല്ല, പൈസ ഉണ്ടാക്കുന്നത് തെറ്റല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരേ പൈസ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നമ്മൾക്ക് ആഗ്രഹങ്ങൾ കൂടും. അപ്പോൾ അതുപോലെ തന്നെ ഈ ലോകം നമ്മൾക്ക് കുറേ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണ കുറേ സുഖങ്ങൾ അവർ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമ്മൾ അതിന് പിന്നാലെ ഓടും. അപ്പോൾ നമ്മുടെ അയൽവക്കാരും അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരൊക്കെ ഇതുപോലെ പൈസ ഉണ്ടാക്കി അവരിങ്ങനെ ആഘോഷിക്കുന്ന കാണുമ്പോൾ നമ്മൾക്കും കൊതിയാവും. അപ്പോൾ നമ്മളും അതിൻ്റെ പിന്നാലെ പോകും, സുഖങ്ങളുടെ പിന്നാലെ പോകും. അങ്ങനെയാണ് പിശാച് നമ്മുടെ ഉള്ളിൽ കയറി ഭരിക്കാൻ വരണത്. അപ്പോൾ പിശാചാണ് മനുഷ്യരിൽ ഇങ്ങനെ ഒരു തോട്ട് ഇട്ട് കൊടുക്കണം. ആകെ പിശാചിന് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ട് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്താലോ. അപ്പോൾ ഫസ്റ്റത്തെ പാപം എന്നിട്ട് ഹവ്വയുടെ അടുത്ത് പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഹവ്വയുടെ അടുത്ത് പറയും, ഈ പഴം നീ കഴിക്കുക, അത് ഭക്ഷിച്ച് കഴിഞ്ഞാൽ നിനക്ക് ദൈവത്തിൻ്റെ പോലെ ആവുമെന്ന് ഒരു തോട്ട് കൊടുത്തു. അപ്പോൾ അതിന് തോന്നി ശരിയായിരിക്കും. അപ്പോൾ അത് പൊട്ടിച്ച് തിന്നു. അപ്പോൾ അങ്ങനെ ആണ് പിശാച് നമ്മുടെ ഉള്ളിലും വരാം. പക്ഷെ നമ്മൾ അത് അറിയില്ല. നമ്മൾ ദൈവത്തിനെ മറന്നു കഴിഞ്ഞാൽ നമുക്ക് പിശാചിനെ കാണാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോ ഉണ്ടാക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. പിന്നെന്തിന് ഇത് പറയണം? അത് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കണത്. എനിക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ പൈസ ഉണ്ടാക്കണം. അതിന് ഇത് അല്ലാണ്ട് വേറെ വഴി എൻ്റെ മുന്നിലില്ല. അപ്പോൾ എനിക്ക് പോയിട്ട് കളച്ചുണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണ കേസല്ല. അതിനുള്ള പറമ്പും ഇതുകളും വേണം. അതുപോലെ തന്നെ അതിപ്പോൾ സക്സസ്ഫുൾ ആവില്ല. കാരണം ഗവൺമെൻറ് തന്നെ അതിന് നമ്മളെ വെറുപ്പിക്കും. ഓരോ സബ്സിഡി അത് ഇതെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടില്ല. വലിയ വരുമാനം ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ അത് വിടാണ്. പക്ഷെ ശരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ദൈവം പറയണത്, പഠിപ്പിച്ചേക്കണത്, മനുഷ്യന്മാർ ഈ ആദം ഹവ്വയ്ക്കും ഈ തെറ്റ് ചെയ്തു. ആ പഴം ഭക്ഷിച്ച് ശേഷം അവരെ ശപിക്കും. അപ്പോൾ ആണിനെയും ശപിക്കും, പെണ്ണിനെയും ശപിക്കും. ആണിനെ ശപിക്കുന്നത് ഇനിയുള്ള കാലം മുഴുവൻ ഇവ മണ്ണിൽ പണിയെടുത്ത് തീരും. അതുപോലെ തന്നെ പെണ്ണിനെയും ശപിക്കും. ഇനിയുള്ള കാലം വേദനിച്ച്
ജന്മം കൊടുക്കും. അപ്പോൾ 2 ശാപങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ആണുങ്ങൾ ഒരാളും മണ്ണിൽ പണിയെടുക്കുന്നില്ല, എല്ലാവരും കമ്പ്യൂട്ടറുള്ളതിലും വീടിൻ്റെ അകത്ത്. അതുപോലെ തന്നെ വേറെ പെണ്ണുങ്ങളുടെ കാര്യം നോക്കുമ്പോൾ സിസേറിയൻ ചെയ്യും, അതുപോലെ തന്നെ വേദനിപ്പിക്കാണ്ട് അത്ര ഒരുവിധം വേദന ഒക്കെ കുറച്ച് അവരെ പ്രസവം നൽകും. അപ്പോൾ ആ 2 ഇതും ദൈവം പറഞ്ഞ പോലെയല്ല നമ്മൾ അനുസരിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ സുഖങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നും ഇത് കുഴപ്പമില്ലല്ലോ, ഇതാണ് എളുപ്പം, ഇതിപ്പോൾ അത്ര പട്ടിപ്പണിയില്ല. അല്ല, അത് അത്രയ്ക്കും എളുപ്പം എന്ന് പറയുന്ന സംഭവമല്ല. അത് നമ്മൾ സുഖങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പം ഇനി ഇത് എനിക്ക് പറയാൻ ഒട്ടും അവകാശമില്ലാത്ത പോലെയാണ്. കാരണം ആശുപത്രിയിൽ പ്രസവിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ വഴിയില്ല. ഇപ്പോൾ അല്ലാണ്ട് പ്രസവം എടുക്കണവരൊക്കെ അവരുടെ ആൾക്കാരൊക്കെ അത് മറന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആവശ്യമുള്ള നോളജുകളൊക്കെ കളഞ്ഞിട്ട് സ്കൂളിൽ പഠിപ്പിക്കണതുമ്മേക്ക് ഫോക്കസ്ഡായി. അപ്പോൾ അതിൽ പലതും ഇങ്ങനെ പഠിപ്പിക്കുന്നു, നമ്മൾ അതിങ്ങനെ പഠിച്ച് പോകണം. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായി, ഫേക്ക് മൂൺ ലാൻഡിങ്, അതുപോലെ തന്നെ ഫ്ലാറ്റ് എർത്തൊക്കെ പറയണത്. അപ്പോൾ അതൊക്കെ സത്യങ്ങളാണ്. അപ്പോൾ എന്തിന് ഇവരിത് മറക്കണം? പൈസയ്ക്ക് വേണ്ടി, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് കളിക്കുന്ന കളികളാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് വെറും മണ്ടത്തരവും. ഇതൊക്കെ ഒരു പിശാചിൻ്റെ ആൾക്കാർ ചെയ്യണതാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മളെ ഗവൺമെൻറ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മൾ എന്തിട്ടെങ്കിലാവട്ടെ നമ്മൾ ജോലി ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്താഗതി വരുത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് ജീവിച്ച് പോവുക. പറ്റണവർ കൂടുതൽ ഉണ്ടാക്കും, അല്ലാത്തവർ കുറച്ചുണ്ടാക്കും. പക്ഷെ നമ്മൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെക്കാട്ടും ബാക്കിലുള്ളവരെ നമ്മൾ ഓർക്കണം പോലും ഇല്ല. അപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ രക്ഷപ്പെട്ടു പോകും. നമ്മുടെ വീട്ടിൽ തന്നെ അതേ ലെവലിലുണ്ടായവർക്ക് കുശുമ്പ് വരും, അവരുടെ മക്കളൊക്കെ അവിടെ എത്തി, അല്ലെങ്കിൽ നമ്മളെക്കാട്ട് താഴെയുള്ളവർ അവരുടെ മക്കളൊക്കെ അവിടെ എത്തി, നീ എവിടെ എത്തിയിട്ടില്ല, ഇവിടെ ഇരിക്കുന്നു. ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈം അങ്ങനെ ആയിട്ടില്ല. നമ്മൾ ചിലപ്പോൾ വേറെ വലുതും ചെയ്യേണ്ട ആൾക്കാരായിരിക്കും. നമ്മുടെ ഓരോ കഴിവുകൾ, ഇപ്പോൾ നമ്മൾക്കുള്ള കഴിവുകൾ, പലർക്കും പല പല കഴിവുകളുണ്ട്. അതുപോലെ അവർക്ക് പുറത്തേക്ക് അത് കാണിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പം എല്ലാവരും പല പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയി ജോലി മേടിച്ച് രക്ഷപ്പെടാം. അപ്പോൾ വീട്ടുകാരുടെ മനസ്സിൽ തോന്നും, നല്ല കാര്യം ചെയ്യണേ, ഇവർ ജോലിക്ക് മേടിച്ച് കുടുംബം നോക്കണ്ട. അല്ല, അവരങ്ങനത്തെ ഇതുകളൊക്കെ പോകുമ്പോൾ പിന്നെ ദൈവത്തിനെ മറക്കാം. അങ്ങനെയുള്ളൊരു പ്രാർത്ഥിക്കലേ ഇല്ല. ഇപ്പോൾ വളരെ കുറച്ച് കുടുംബത്ത് മാത്രം പ്രാർത്ഥനയുണ്ട്. കുടുംബമായിട്ട് വീട്ടിൽ നിൽക്കണവർ അവിടെയൊക്കെ പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥന. അല്ലാത്തവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നം ചിതറി കിടക്കുക. പാവങ്ങൾക്കൊന്നൊരു ഗതിയില്ല, അവരെല്ലാം മുറിയെ പണിയെടുക്കണം. എന്നാലും ആരും ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക, ഒരു വില കൊടുക്കുകയില്ല. അല്ലെങ്കിൽ അപ്പം എൻ്റെ കയ്യിൽ പൈസ കുറവാണ്, അപ്പം അവൻ അതുപോലെ അല്ല. എല്ലാവരും ഒരുപോലെ ആഘോഷിച്ച് പോകുമ്പോൾ പാവങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ തല്ലുണ്ടാവും ആർക്കറിയാം. അതുപോലെ തന്നെ പണക്കാർക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് പൈസ കിട്ടും. അതുപോലെ ആയിരിക്കില്ല എല്ലാവർക്കും. മനുഷ്യന്മാർക്ക് ആഗ്രഹം ഉണ്ടാവും. പാവപ്പെട്ട വീട്ടിലെ ചെക്കനും തോന്നും എനിക്കിതുപോലെയൊക്കെ നടക്കണം. പണക്കാരൻ ചിലപ്പോൾ സുഖമായിട്ട് നടക്കായിരിക്കും, പക്ഷെ അവരുടെ കൂട്ടുകാർ തന്നെ ഇവരെ പൈസ ഇല്ലാണ്ടാകുമ്പോൾ തള്ളിക്കളയാം. അപ്പം അങ്ങനെയൊക്കെ ഓരോ വിഷമങ്ങളും, അങ്ങനെയൊക്കെ മനുഷ്യന്മാരിങ്ങനെ തന്നെ പരസ്പരം സ്നേഹമൊന്നും ഇല്ലാണ്ടായി പോവാം. അങ്ങനെയൊക്കെയാണ് ഈ പിശാചി കളിക്കുന്നത്. അപ്പോൾ പിശാചി അതിൻ്റെ ഉള്ളിൽ പുതിയ തോട്ടുകൾ നിങ്ങൾക്ക് തരും, ഓരോ സുഖങ്ങൾ തരുമ്പോൾ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ. അപ്പോൾ നമ്മൾ ദൈവം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് പോകും. അപ്പോൾ ദൈവത്തിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പിശാചിനെ ആദ്യം കണ്ടുപിടിക്കാൻ പറ്റും, ആളെ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ മാട്രിക്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മാട്രിക്സിൽ നിന്നുള്ള എസ്കേപ്പ് ചെയ്യാൻ പറ്റണ ഒരു വഴി. അപ്പോൾ ഈ ടെർമിനേറ്ററും മാട്രിക്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സിനിമയുണ്ട്, ഇംഗ്ലീഷ് സിനിമകൾ. അപ്പോൾ അത് എഴുതിയ ആ പെണ്ണും പറയുന്നത് ഈ സിനിമ ഉണ്ടാക്കിയേക്കുന്നത് ഈ മാട്രിക്സിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ അത് പറയണത് ഗവൺമെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാനതല്ല, ഇത് പറയണത് ഈശോയിലേക്ക് വരാൻ. JC എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞത്. ജീസസ് ക്രൈസ്റ്റ് ഉദ്ദേശിച്ചിട്ടാണ് ആ പെണ്ണ് അത് ഉണ്ടാക്കിയത്. അതിൻ്റെ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഷോർട്സ് കാണുന്നില്ല, അതൊരു കംപ്ലൈൻ്റാണ്. ഞാൻ പലരിൽ നിന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും വീഡിയോ കാണാറുണ്ട്, പക്ഷെ ഷോർട്സ് കാണാനില്ല. അതെന്തിട്ടുണ്ടെങ്കിൽ ഷോർട്സ് പോയി കാണുക, എന്നാലിതാണ് ഇതും അതും കണക്റ്റ് ആവുക. അപ്പോൾ മാട്രിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലും അധികമുണ്ട്. ഇത് ഒരു സിമ്പിൾ രീതിയിൽ ഞാനൊന്ന് പറയാൻ നോക്കിയത്, ഇത് വളരെ കോംപ്ലിക്കേറ്റഡാണ്. ഈ സണ്ണ് മൂണിനെ കുറിച്ച് പറഞ്ഞതൊക്കെ, അതുപോലെ തന്നെ ഫേക്ക് സണ്ണ്, ഫേക്ക് മൂണ്, അതുപോലെ ഫേക്ക് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ബിൽഡ് ചെയ്ത് അങ്ങനെ വെച്ചാണ് 2 സണ്ണ് അതുപോലെയൊക്കെ.
പിന്നെ കുറേ പദ്ധതികളും അതുപോലെ തന്നെ ഫ്ലൈറ്റ് പോണ പാത്തും അതൊക്കെ വെച്ച് ഫ്ലൈറ്റ് എർത്താന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ കുറേ സത്യങ്ങൾ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം, ഷോർട്സ് കാണണം. അപ്പോഴാണ് ഇത് കുറച്ചും കൂടെ ഒരു കണക്ഷൻ വരാം. അങ്ങനെ അപ്പോൾ പിന്നെ മാട്രിക്സിൽ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതൊരു ഭാഗം, ഇതൊരു പണത്തിൻ്റെ ഭാഗം. പിന്നെ ദൈവത്തിൻ്റെ ഭാഗത്തോടെ ചിന്തിക്കുമ്പോൾ ഇനിയും കുറേ രീതിയിൽ പിശാച് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ 10 കൽപ്പന എടുത്താലും 10 നമ്മൾ തെറ്റിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയാ, ഏത് മതത്തിൻ്റെ ദൈവമായാലും ഇപ്പോൾ വലിയ ഉറപ്പില്ല. അവരും നമ്മളെല്ലാവരും കൂട്ടുകാരാണ്, മനുഷ്യരൊക്കെ ഒന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കാം, എല്ലാവരും മതത്തിനെ സപ്പോർട്ട് ചെയ്ത്. അങ്ങനെ അല്ല ദൈവം ഉദ്ദേശിച്ചേക്കണേ. ഇത് ഇത്തിരി ഹാർഷാണ്. ഇതിപ്പോൾ പറഞ്ഞാൽ പലർക്കും ഉള്ളും, പക്ഷേ അതാണ് അതിൻ്റെ ഒരു സത്യം. അത് നമ്മൾ ഈ മാട്രിക്സിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ പിന്നെയും ഇത്തിരിയും കൂടെ നിങ്ങൾക്ക് ഒരു ശാന്തത ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വളരെ ദേഷ്യം. പിന്നെ എന്നിട്ടാ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അത് നമ്മൾ കുടിച്ച് കൂത്താടുന്നുണ്ട്, നന്നായി ആചരിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അത് അതിനുള്ളത് കിട്ടും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. അപ്പോൾ ഞാൻ പറയും ദൈവ സത്യമായിട്ട് ആ സംഭവമാണത്. അപ്പം അങ്ങനെ പറയരുത്. അങ്ങനെ പിന്നെ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അങ്ങനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ലെവലിക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. അതിൽ പിന്നെയും വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6ാമത്തെ പ്രമാണം, 6ാമത്തെ ലംഘിക്കുന്നത്, 6ാമത്തെ കൽപ്പന ലംഘിക്കുന്നത്, അതാണ് വ്യഭിചാരം ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ വലിയൊരു തെറ്റാണ്. എന്ന് വെച്ചാൽ അത് വെച്ച് ഈ പിശാചിന് വേണമെങ്കിൽ ലോകത്തിനെ ഫുള്ള് നശിപ്പിക്കാം, അത്ര പവർഫുള്ളാണ്. അപ്പം മനുഷ്യനോട് ചെയ്യുന്ന ഏക ഒരു പാപം ഉണ്ടെങ്കിൽ അത് വ്യഭിചാരം. അതാണ് പലരും ചിന്തിക്കാത്തത്. അപ്പോൾ കുടിക്കണത് വലിക്കുന്നതൊക്കെ പാപമാണെന്ന് ചോദിക്കും. പലരും പറയും അതെ പാപമാണ്, അത് നമ്മുടെ ആരോഗ്യത്തിനെ നശിപ്പിക്കുക. അങ്ങനെയൊന്നല്ല, മനുഷ്യന് ഇങ്ങനെയല്ല വളരണ്ടേ. ഈ മാട്രിക്സ് അതുപോലെ നമ്മളെ വളർത്തിക്കുന്നത്. നമ്മൾ കാലിന് ഇപ്പോൾ ഒരു മസാജിൻ്റെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും കാലിൻ്റെ അടിഭാഗത്ത് ഇവിടെ ഫുള്ളും ഒരു മസാജ് സാധനം വെച്ച് ആക്കാൻ പറയും. കാരണം എന്താ, അവിടെയാണ് നെർവ് എൻഡിങ്ങൾ. അപ്പോൾ മനുഷ്യൻ, ഇപ്പോൾ ദൈവം പറഞ്ഞത്, ഇപ്പോൾ ദൈവം നമ്മളെ ശപിച്ചു എന്ന് പറയുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊരു അനുഗ്രഹം പോലെയാണ്. അപ്പോൾ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ണിൽ നമ്മൾ കാലുകുത്തി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജിയും മണ്ണിൻ്റെ ഉള്ളിലൊരു കണക്ഷനും ഭൂമി തമ്മിലൊരു കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ രോഗങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ അങ്ങനെ കുറേ ഇതുകളുണ്ട്. അപ്പോൾ പിശാച് നമ്മൾക്ക് ഇങ്ങനെ ചെരുപ്പുമായിട്ടും ഇതായിട്ടൊക്കെ നമുക്ക് ഓരോന്ന് തന്ന് നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങണേ ഇല്ല. അതാണ് ഈ മാട്രിക്സിൻ്റെ കൺട്രോളിങ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പിശാചിനെ കാണാൻ പറ്റണോ. അല്ലാണ്ട് പൈസയുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോരുത്തരും ഓരോന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നോക്കിയാലും ഒരു രീതി. പക്ഷേ ഈ ചിന്ത ഇങ്ങനെ മനുഷ്യർക്ക് കൊടുക്കണത് ഈ പിശാചാണ്. ഒരു തോട്ട് ഇട്ട് കൊടുക്കും, നീ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ പിശാചിൻ്റെ ആൾക്കാരാണ് ഇതിന് മെയിനായിട്ട്. ഇപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ സയൻറ്റിസ്റ്റുകളെ അവർ കൊല്ലുക അല്ലെങ്കിൽ അവർ പിടിച്ചു വയ്ക്കുക. അത് അവർ എന്തൊക്കെയോ അവരിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഇവർ പുതിയൊരു സൈക്കോളജിയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഈ ലോകത്തിന് ഇങ്ങനെ കൺട്രോൾ ചെയ്യുക. അതാണ് ഈ മാട്രിക്സ്. അതിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ 6ാം പ്രമാണത്തിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഈ ഫോൺ ഇവർ വളരെയധികം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ പാപങ്ങളെ നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പറ്റും. പക്ഷേ വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പബ്ലിക്കല്ല. അപ്പോൾ അതിലൂടെ ഈ പിശാച് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മളെ നശിപ്പിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ഫോൺ പോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ കണ്ട് നമ്മുടെ ബ്രെയിനിന് അത് വളരെയധികം എഫക്റ്റ് ചെയ്യും. നമ്മളത് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ മാസ്റ്റർബേഷൻ ചെയ്ത് പരിപാടി അവസാനിപ്പിച്ചു. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സുഖം കണ്ടെത്തുമ്പോൾ നമ്മുടെ എനർജി ലെവൽ വളരെയധികമായി കുറയും. അതാണ് പണ്ടത്തെ അത്ലീറ്റുകളൊക്കെ ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ജിം ആൾക്കാരൊക്കെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക അവരുടെ സ്ട്രെങ്ത്ത് കൂട്ടാനും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ വെറുതെ വിട്ട് തീർക്കേണ്ടതല്ല. അങ്ങനെ കുറേ ഇല്ലാണ്ട് ഇപ്പം ഞാൻ എന്നിട്ട് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം.
അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നാലാണ് നമ്മൾക്ക് വളർന്ന് ലൈക്ക് ദൈവം തന്ന 120 വർഷമാണ് ആയുസ് തന്നേക്കണേ. അതാണ് പറഞ്ഞേക്കണം. അതൊക്കെ ഞാൻ ബൈബിൾ വായിച്ച് പറയേണ്ടത്. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ 120 വയസ്സ് വരെ നമുക്ക് അത്രയ്ക്ക് ആയുസ് വേണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും നല്ല ഭക്ഷണം അത് ഇതൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മുടെ ഗൂഗിളിൽ ഇപ്പോൾ റിയൽ ബനാന എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പണ്ടത്തെ തരം ഒരു പണ്ടത്തെ ബനാന. ഇപ്പോൾ ലൈക്ക് ഗവൺമെൻറ് ആണോ എന്നറിയില്ല, ഗവൺമെൻറ്റിനെ എന്തുകൊണ്ട് മോഡിഫൈ ചെയ്യണം, മനുഷ്യന്മാരുടെ ആരോഗ്യം കുറയ്ക്കാൻ വേണ്ടി മോഡിഫൈ ചെയ്ത പോലെ. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ രോഗികളുണ്ടാവും, അപ്പോൾ അവർക്ക് ചികിത്സിക്കാൻ പറ്റും, പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഈ സ്കാം നടക്കണം, അങ്ങനെയൊക്കെയാണ് ഈ മെട്രിക്സ് വർക്കാവണം. അപ്പോൾ അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകേണ്ട ഒരു സമയം, ജോലിക്കാരും പിള്ളേരും ഒക്കെ ഒരൊറ്റ നേരത്തെ പോകണം. 9 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ എല്ലാവരും ആ നേരത്ത് ഒരു റഷ് ഉണ്ടാവും, ആക്സിഡൻറ്റ്സ് ഉണ്ടാവും, വീണ്ടും ആശുപത്രിക്ക് കൊണ്ടുപോകാൻ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ സമയത്തിൻ്റെ വില പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഭരിക്കുക, അല്ലെങ്കിൽ അതിന് സമയത്തിന് അവർ മോഡുലേറ്റ് ആക്കി വെച്ചുകൊള്ളു. പണ്ടത്തെ ബൈബിൾ പ്രകാരം 13 മാസങ്ങളുണ്ട്, അതിനെ 12 മാസങ്ങളാക്കി. അപ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ 4 ദിവസം അവർക്ക് എക്സ്ട്രാ കിട്ടി ജോലി ചെയ്യിപ്പിക്കാൻ. അങ്ങനെ നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക നമ്മളറിയാണ്ട്. പക്ഷെ അതുപോലെ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പിശാചിന് വേറെ ഇതുകളും ലൈക്ക് മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം എടുത്ത് മാറ്റാൻ പറ്റും. എല്ലാവരും പണത്തിലേക്കുള്ള ഒരു ചിന്ത എത്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പണത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ നമ്മൾ ലൈക്ക് ഏറ്റവും സുഖങ്ങൾ അനുഭവിക്കാനേ പോകണം. അതിൽ ഏറ്റവും വലിയ സുഖം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെ കിട്ടണോ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ഫോൺ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അവരഭിനയിക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ പിള്ളേർക്ക് അറിയില്ല. നമ്മൾ കൊച്ചു പിള്ളേർ ഇപ്പോൾ ഒരു 5-ായ കുട്ടിക്ക് ഒരു ഫോൺ കിട്ടുകയാണെങ്കിൽ പണ്ടത്തെ രാജാക്കന്മാർ അവരുടെ ജീവിതത്തിൽ മുഴുവൻ ലൈഫ് ടൈം എടുത്തിട്ട് ഇപ്പോൾ തുണിയൊന്നും ഇല്ലാത്ത ഒരു പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും പെരുത്ത് പെണ്ണിനെ ആ ഒരു കുട്ടിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ അവൻ്റെ ഫോണിൽ കിട്ടും. അപ്പോൾ അത്രയ്ക്കും ഇതിൽ നമ്മളിത് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളത് കാണുമ്പോഴില്ല, അറിയണം പോലും ഇല്ല. നമ്മളതിൽ പെട്ട് ഇങ്ങനെ പാപം ചെയ്തു പോവുക. അപ്പോൾ അങ്ങനെ ഈ പാപം ചെയ്തു പോണതിൻ്റെ ഇടയിൽ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളൊന്നും ഇല്ലാന്ന് ഞങ്ങളൊന്നും ഇതിലില്ല, ഇതൊന്നും നമ്മളൊന്നും ഇതിലില്ല, അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരായിരിക്കും മെയിനായിട്ട് പെട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ പിള്ളേരെ എങ്ങനെ വളർത്തണം, അല്ലെങ്കിൽ പിള്ളേർ ഇങ്ങനത്തെ പാതയിലേക്ക് പോകുന്നുണ്ടോ, അത് നമ്മൾ തന്നെ. അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ അതിൽ പെട്ടുപോയി നമ്മൾ വലുതാവുമ്പോൾ പറയും അതൊന്നും കുഴപ്പമില്ല, കാരണം നമ്മളതിൻ്റെ ഉള്ളിലൊരു ഭാഗം, നമുക്കത് നിർത്താൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നിർത്താൻ ചിന്തിക്കില്ല. പക്ഷെ എല്ലാവരും നമ്മുടെ തലമുറേനെ വേണ്ടി തലമുറ ഓർത്തിട്ടെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യിക്കാൻ നോക്കണം. കാരണം ഇത് വളരെ ബിഗ് പ്രോബ്ലമാണ്. അതിങ്ങനെ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും. അതിൽ ആ വീഡിയോകളിൽ അവരിങ്ങനെ ഒരു തീം ഉണ്ടാവും, ഇങ്ങനത്തെ അല്ലെങ്കിൽ ഓരോ വീഡിയോ ആൻറ്റി, അമ്മ, അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഇവരിങ്ങനെ ഉണ്ടാക്കിയിടും. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ കാണുന്നത് അവർക്ക് ബോധം ഉണ്ടാവില്ല, ചിലപ്പോൾ ഇത് ഒറിജിനലാണോ അഭിനയിക്കുന്നതാണോ. അപ്പോൾ അവരിങ്ങനെ ഓരോന്നും ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പണ്ടത്തെ സിനിമകളിൽ ഇപ്പോൾ പിസ് പടം അങ്ങനെ പറയാം, അതിൽ പണ്ടത്തെ പടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആകെ ഇവിടെ ഒരു ഇത്തിരി കാണിക്കും, അല്ലെങ്കിൽ വയറ് കാണിക്കും, ഒരു തുട കാണിക്കും, ഇത്ര ഉള്ളു. അന്നത്തെ അത് അത്ര കാണിക്കുന്നത് മതിയാർന്ന ആണുങ്ങളിലുള്ളൊരു വികാരം ഉണർത്താൻ. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ നോക്കി കഴിഞ്ഞാൽ അവരുടെ മക്കൾ നടക്കുന്ന രീതി അതെന്തോരാ അതിൽ അന്നത്തേനെക്കാട്ടും കഷ്ടമാണ്. പക്ഷെ നമ്മൾ അത് നോർമലാണെന്ന് വിചാരിച്ച് ചിന്തിച്ച് വിടും. പക്ഷെ അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഈ ഫോണൊക്കെ എന്തോരം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് അറിയില്ല. എന്നിട്ട് വുമൺ എംപവർമെൻറ്റ് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് ശക്തി കൊടുത്ത് വിട്ടേക്കാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തിരിഞ്ഞ് നടക്കും. എന്തൊക്കെ തരം ആൾക്കാർ ഈ ലോകത്തുണ്ടെന്ന് ഈ ബോധക്കേടുകൾക്ക് അറിയോ? ഇല്ല. ഇതാണ് പ്രശ്നം. അങ്ങനെ ഓരോന്ന് ചെയ്തു പോകണം. അതുപോലെ തന്നെ സ്നേഹമില്ലായ്മ കാരണം പ്രണയങ്ങളൊക്കെ അത് പൊളിയാൻ തുടങ്ങുന്നു. അവരിങ്ങോട്ട് കള്ളത്തരം, അങ്ങോട്ട് കള്ളത്തരം, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ. അത് നിങ്ങൾ അത് സൂക്ഷിച്ച് നോക്കിയാൽ അതൊക്കെ കാണാൻ പറ്റും. എന്തുകൊണ്ട് ഇതിങ്ങനെ പോകും? അതൊരു സിസ്റ്റമല്ല. അതിങ്ങനെ നമ്മളെ പ്രവർത്തിപ്പിക്കുക, ഓരോന്ന് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, നമ്മളതറിയണം പോലില്ല. ഇങ്ങനത്തെ ഒരു സംഭവമാണ് മാട്രിക്സ്. അപ്പോൾ അതിൽ ഈ എർത്തും ഇതും ഒക്കെ ഞാൻ പറഞ്ഞു, സണ്ണ്, മൂന്ന്, ഫ്ലാറ്റ് എർത്ത് ഇതൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ വേറെ ഭാഗം വേണ്ടത് ഏലിയൻസിനെ കുറിച്ച്. അപ്പോൾ ഇവർ ഇതുപോലെ തന്നെ കുറച്ചും കൂടെ ഇല്ലാത്തതിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട്. ദൈവം ഇല്ലയെന്ന് ഇവർക്ക് വിശ്വസിപ്പിക്കണം. അപ്പോൾ ദൈവം ഇല്ല,
പലതും ഉണ്ട്. ഇത് എന്തുകൊണ്ട് ഈ ഫ്ലാറ്റ് എർത്താന്ന് കാണിക്കുന്നത്? ഫ്ലാറ്റ് എർത്ത് അല്ല, റൗണ്ട് എർത്താണ്. ഈ സ്പേസ് ഉണ്ടാകും പുറത്തേക്ക് കുറേ ഇന്ത്യ, അതിൻ്റെ അവിടെ എന്തായാലും വേറെ ജീവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു ജീവിനെ ഇവിടെ കൊണ്ടുവന്ന് കാട്ടി കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്മാരെന്തായാലും വിശ്വസിക്കും. ദൈവമില്ല. ബിഗ് ബാങ് തിയറിയാണ്, ബിഗ് ബാങ് തിയറി. ആ പൊട്ടിത്തെറിച്ചിട്ടാണ് ഇത് മൊത്തം ഉണ്ടായേക്കണേട്ടാ. ഇത്ര പെർഫെക്ഷൻ. ഇപ്പോൾ നിങ്ങൾ ഈ പ്രകൃതിനെ നോക്കിയാൽ തന്നെ പറയും ദൈവം ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കൈ പൊട്ടി, ഇപ്പോൾ നമ്മൾ വേനപ്പച്ച അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തോണ്ടോന്നറിയില്ല, ആ പച്ചെടുത്ത് വരയ്ക്കുക, പിഴിയുക, ഒഴിക്കുക. ഇപ്പോൾ വേദന പൊട്ടിയോടത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വൃക്ഷങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും മൃഗങ്ങൾ തിന്നു പോകുന്നുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കണേ? മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട്. മനുഷ്യന്മാരാണ് അതിൽ ഏറ്റവും ഒരു പ്രൈമറി കീ ആയിട്ട് നിൽക്കുന്നത്, എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട്. അപ്പോൾ അതുപോലെ എന്നിട്ട് നമ്മുടെ ആൾക്കാർ പറയുന്നതോ നമ്മളും കുരങ്ങിനീന്ന് ഇവോൾവ് ആയി വന്നേക്കണേന്ന്. അവൻ്റെ അപ്പം വേണമെങ്കിൽ കുരങ്ങിനീന്ന് ഇവോൾവ് ആയി വന്നിട്ടുണ്ടോ? ഞാനൊന്നും കുരങ്ങിനീന്നല്ല. ഞാൻ വിശ്വസിക്കുന്നത് ആദാഹോവെന്ന് അവിടെ നിന്ന് അങ്ങനെ വന്നാണ് ഇവിടെ എത്തിയത്. അതേപോലെ തന്നെയാണ് സയൻസിൻ്റെ ഒരു ഭാഗത്ത് ദൈവത്തിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നവർ നോക്കുമ്പോൾ, ദൈവം ഉണ്ടെന്ന് റിസർച്ച് ചെയ്യണം നോക്കുമ്പോൾ അതൊക്കെ സത്യമായിട്ട് വരുന്നുണ്ട്. എന്നാൽ മറ്റവരുടെ കള്ളത്തരം ഉണ്ടാക്കണതോ സയൻസ് കള്ളത്തരന്മാർ ചെയ്യണത് ഇലോൺ മസ്ക് സ്പേസിക്ക് വിടുന്നത്, ദൈവമേ ഒക്കെ ശുദ്ധ മണ്ടത്തരം. മൂണിൽ പോയ ഈ സാധനം കാണണം, അതൊക്കെ വളരെ കള്ളത്തരം. അതൊക്കെ ഏത് പൊട്ടന റിയൽ വീഡിയോ എടുത്ത് നോക്കിയാൽ അത് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ അത് നോക്കില്ല. അങ്ങനെയാണ് പിശാച് നിങ്ങളുടെ ബ്രെയിനെ പിടിച്ചു വയ്ക്കുന്നത്. നിങ്ങൾ പഠിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്നു. സ്കൂളൊക്കെ ഒരു സ്കാമാന്ന് പറയും പലവരുടെ വലിയ ഇപ്പോൾ മാട്രിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നവർ പറയും സ്കൂളൊക്കെ ഒരു സ്കാമാണ്. അതുപോലെ തന്നെ ഈ ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിച്ചു. എന്നിട്ട് പിള്ളേരൊക്കെ സ്കൂളിലേക്ക് വിട്ട് രക്ഷപ്പെടാം. അതാണ് ജോലി കിട്ടിയാൽ രക്ഷപ്പെടാം, പൈസ ഉണ്ടാക്കാം. എവിടെ ഒരു ലിമിറ്റഡ് പൈസ കോടീശ്വരന്മാരിരിക്കുന്ന ലെവൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അവർ പല മനുഷ്യരെ വെച്ച് പലതും കളിക്കും. ഇപ്പോൾ വൺ പീസ് എന്ന് പറഞ്ഞൊരു ആനിമയുണ്ട്, അതിൽ ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് കാണിക്കുന്നുണ്ട് ലോകത്തിൽ ഇങ്ങനെ മാട്രിക്സിൽ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ നല്ല രസമാണ്. അത് ആ വൺ പീസ് എന്ന് പറഞ്ഞ ഇത് കാണുന്നത് നല്ലതാണ്. അത് കുറച്ചും കൂടെ ഒരു ഒരു മനുഷ്യന്മാർക്കൊരു ഒരു ഐഡിയ കൊടുക്കും എങ്ങനെ ഈ ലോകം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് തന്നെ ഒരു എനർജി തരും, ഈ പാപത്തിന് ഇടകളിനൊക്കെ ഫൈറ്റ് ചെയ്യാനൊരു ശക്തി. അപ്പോൾ അങ്ങനെയാണ് ഈ മാട്രിക്സ് വർക്കിങ്, ഈ ഏലിയണ്ട കള്ളത്തരം. അത് ഇനി അടുത്തത് വരാൻ പോകണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് വേറെ സെറ്റപ്പ് ഉണ്ട്. ഇതിൽ പിശാച് വർക്ക് ചെയ്യുന്നതിൽ കുറേ ആൾക്കാർ പല രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവർ ഗവൺമെൻറ് 9/11 എന്ന് പറഞ്ഞ സംഭവം നടത്തിയിരിക്കുന്നത്. ബോംബ് ഫ്ലൈറ്റ് വന്ന് ഇടിച്ചിട്ട് ബിൽഡിങ് തകർന്നു, പക്ഷെ അത് ബോംബ് വെച്ച് പൊട്ടിച്ചതാന്ന് കുറേ തെളിവുകളുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ കള്ളത്തരങ്ങൾ അത് ഓൾറെഡി പറയുന്നുണ്ട്. ഇപ്പോൾ സിംസൺ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഞാൻ കുറേ വട്ടമായി എൻ്റെ വീഡിയോകളിൽ പറയുന്നത്. അപ്പോൾ ആ കാർട്ടൂണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഒരു സംഭവം അതിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യും. ടൈം ട്രാവൽ പോസിബിളാണ്, ഇവരൊക്കെ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത വരുത്തിക്കുക അല്ല, ടൈം ട്രാവൽ ചെയ്യല്ല. ഇപ്പോൾ നമുക്ക് കർമ്മ തിരിച്ചു കിട്ടുന്നത് മനുഷ്യന്മാരെ ഉണ്ടാക്കിയേക്കണതും ദൈവം ഉണ്ടാക്കിയേക്കുന്നത് അത് വർക്ക് ചെയ്യാൻ ഒരു രീതിയുണ്ട്. ഇപ്പോൾ ദൈവം മുകളിലിരുന്ന് നോക്കണമല്ലോ, ഒരു ഇമോഷൻസ് കൊടുത്തിട്ട് അതൊരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബൈബിള് അന്ന് എഴുതിയ സാധനം നമ്മൾക്ക് ഇന്നും കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർ ഈസ് റണ്ണിങ് ഓൺ ഇമോഷൻസ്, അല്ലാണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അന്ന് ചെയ്യണ ഇതുകളല്ല. നമ്മുടെ ഇമോഷൻ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ബൈബിളൊക്കെ എഴുതിയേക്കണത്. അപ്പോൾ അങ്ങനെയാണ് ദൈവം നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അത് അന്ന് എഴുതിയ അന്നത്തെ ആൾക്കാർക്കും കണക്റ്റ് ആവും, ഇന്ന് വായിക്കണമെങ്കിൽ കണക്റ്റ് ആവും. അത്രയ്ക്കും ഭംഗിയിലാണ് ദൈവം ഈ ബൈബിള് നമ്മൾക്ക് എഴുതി തന്നത്. അപ്പോൾ അതിൽ പല സത്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഭൂമിയിൽ വെച്ച് നമ്മളത് തിരയാൻ നിന്നിട്ടില്ല, അത് ചെകയാൻ നിന്നിട്ടില്ല. നമ്മൾ വിചാരിക്കും പിന്നെ പോയി അതൊന്നും നടക്കില്ല. അല്ല, ദൈവത്തിനെ പറ്റിയിട്ട് പറയുന്നത് ദൈവം ആൾക്ക് എന്തും പറ്റും. ആളെ ഈ ടൈമും സ്പേസും മാറ്ററും ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, അതിന് പുറത്താണ് ആള്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ മാട്രിക്സിന് പറഞ്ഞത് അതൊരു പിശാചിൻ്റെ രീതി, മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്ത് പാപം ചെയ്യിപ്പിക്കാനുള്ള രീതി എന്നാണ് ഞാൻ ചിന്തിച്ചേക്കുന്നത്. അത് തന്നെയാണ് ആ ടെർമിനേറ്ററും ഈ മാട്രിക്സ് സിനിമ ഉണ്ടാക്കിയ ആ പെണ്ണും അത് തന്നെയാണ് ഉദ്ദേശിച്ച് പറയണത്. അപ്പോൾ ഞാൻ പോണ വഴി കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞാൻ ആ വീഡിയോ കണ്ടിട്ടല്ല ഞാനത് അവിടെ എത്തണത്. ഞാൻ തന്നെ ഈ ലോകത്തിനെ നിരീക്ഷിച്ച് തുടങ്ങി. നമ്മൾ ഈ ഓരോ സുഖങ്ങൾ വെച്ച് പോകുമ്പോൾ ഇതെനിക്ക് ഈ പ്രായത്തിൽ പറയാൻ പറ്റുള്ളൂ. ഈ പ്രായത്തിൽ എനിക്ക് ജോലിയില്ല, കൂലിയില്ല, പഠിപ്പ് ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുടുംബത്തിൽ ഇരിക്കുക, വെറുതെ ഇരിക്കുക.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ലോകത്തിനെ നോക്കാൻ തുടങ്ങിയത്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്തിരി മാറി നിന്ന് ലോകത്തിനെ വീക്ഷിച്ചു തുടങ്ങി. അതുപോലെ ദൈവത്തിനെ കൂട്ടുപിടിച്ചു. അപ്പം അങ്ങനെയാണ് എനിക്കിത് മൊത്തം കാണാൻ പറ്റി. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാവരുടെ അടുത്തും പറയണം. അപ്പോൾ അതെൻ്റെ ഒരു വളരെ വളരെ ഒരു ആഗ്രഹം വരും. നിങ്ങൾ എന്നെ കളിയാക്കണമെങ്കിൽ കളിയാക്കിക്കോ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും എനിക്ക് എഫക്റ്റ് ചെയ്യില്ല. ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിനെ പറ്റി പറയാനാണ് ദൈവം ഉദ്ദേശിച്ചേക്കണത്. അത് തന്നെയാണ് എല്ലാ മനുഷ്യൻ്റെ ഒരു ദൗത്യം എന്ന് വെച്ചാൽ എന്നും കൈയടിച്ച് പ്രാർത്ഥിക്കണം. ഇതിൽ പള്ളികളുടെ ഒക്കെ സ്കാമൊക്കെ ഉണ്ട്. പള്ളികളും ഇതുപോലെ തന്നെ എല്ലാ ഇതുകളുടെ സ്കാമുണ്ട്. ഇതൊക്കെ നമുക്ക് കണക്റ്റാക്കി വരണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. അതുപോലെ തന്നെ എല്ലാ മതക്കാരും ഒരുമിച്ച് ചിന്തിക്കണം. ഇപ്പോൾ ഹിന്ദു മതത്തിൽ മനുഷ്യന്മാരുടെ എനർജികളും ചക്രകളെയും കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ അതൊക്കെ അവരുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശോൻ്റെ ഒക്കെ മുന്നേ ആയിരിക്കും. പക്ഷെ അവർ സാധാ മനുഷ്യർ തന്നെയാണ്. ലൈക്ക് ദൈവം തന്ന റിയൽ പവർ മനുഷ്യനാണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തു പോകുമ്പോൾ നമ്മുടെ സുഖങ്ങൾ തേടി പോകുമ്പോൾ നമ്മുടെ റിയൽ എനർജി പോവുക. അപ്പോൾ മനുഷ്യൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യനോട് ഞാൻ ഏക ഒരു പാമ്പുള്ളത് വ്യഭിചാരമാണ്. അപ്പോൾ എന്തുകൊണ്ട് ബാക്കി കുടിക്കുന്നതും വലിക്കുന്നതും വലിയ അല്ല, നമ്മുടെ റിയൽ സ്ട്രെങ്ത്, നമ്മൾ റിയൽ ഫുഡ് ഭക്ഷിച്ചപ്പോൾ ഫേക്ക് ഫുഡൊക്കെ അമേരിക്കയിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വരെ മുട്ട പ്ലാസ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഫേക്ക് ആരിത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? നമ്മൾക്ക് തരാം ഇത്ര പെരുത്തും മനുഷ്യന്മാർക്ക്, ഇത്ര 8 ബില്യൺ പീപ്പിൾ, അത്ര ആൾക്കാർക്ക് ഫുഡ് എല്ലാവർക്കും കൊടുക്കാൻ ഇതെങ്ങനെ സാധിക്കുന്നു? ഇത് എവിടെ നിന്ന് ഇത് ഉണ്ടാക്കണു? സ്ഥലം ഉണ്ടെന്നൊക്കെ ഓക്കെ, പക്ഷെ ആരിത് ഉണ്ടാക്കണു? അതൊക്കെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഫേക്ക്. ഇപ്പോൾ കൊടുക്കും വാട്ടർ മെലൺ ഫേക്ക്, ക്യാരറ്റ് ഫേക്ക്, കുറേ വീഡിയോ ഉണ്ട്. അതൊക്കെ ഞാൻ ഷോർട്സിലാണ്, അതൊക്കെ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ കേരളത്തിൽ അത് വന്നു തുടങ്ങി. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്ലാസ്റ്റിക്. എന്തിനും ഇവരത് അങ്ങനെ തീറ്റിക്കുന്നത്? നമ്മൾ ചീറ്റോസ്, കുറുക്കുറെ, പ്ലാസ്റ്റിക് പണ്ടേ തൊട്ടറിയാം. എന്തിനപ്പം നമ്മൾ തിന്നണം? നമ്മൾ അതിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുക ആ ഒരു ഫ്ലേവറിൽ. ഇപ്പോൾ ഏറ്റവും വലിയ അഡിഷൻ സിഗരറ്റും ഇതൊന്നുമല്ല, ഫുഡാണ്. 3 നേരം ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാർ പണ്ട് ഫുഡ് ഗ്യാദറേഴ്സാണ്. ഇന്ന് ഫുഡ് കിട്ടണം അപ്പം തിന്നും, ബാക്കി അവർ സ്റ്റാർവ് ചെയ്തു. ഇപ്പോൾ 40 ദിവസം ഈശോ ഇത് ചെയ്തു എന്ന് പറഞ്ഞു, ഉപവസിച്ചു. അതെങ്ങനെ സാധിക്കുന്ന മനുഷ്യന്മാർ ഇപ്പോൾ പഠിക്കുന്നത്? കാരണം അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ അല്ല, അതായിരുന്നു നമ്മുടെ റിയൽ സ്ട്രെങ്ത്. നമ്മൾ അത്ര ഇപ്പം 3 നേരം തിന്നണം എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചേക്കണതാണ്. 3 നേരം തിന്നേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പലതും ഇതിൻ്റെ ഈ ട്രാപ്പിൽ പെട്ടു പോകണം, ഈ മാട്രിക്സിൽ പെട്ടു പോകണത്. അങ്ങനെ 3 നേരം തിന്നണം. അപ്പം എന്നിട്ട് നമ്മൾ ദൈവത്തിനെ കുറ്റം പറയും. എന്നിട്ട് ദൈവമേ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, ഒരു ഇത് അല്ല. നമ്മൾക്ക് 1 നേരം തിന്നേണ്ടടുത്ത് 3 നേരം തരുന്നുണ്ട് ആള്. എന്നാലും നമ്മൾ ആളെ കുറ്റപ്പെടുക. നമ്മൾ ദൈവത്തിനെ കാണണം പോലും, ദൈവത്തിന് വേണ്ടി ഒന്ന് ചിന്തിക്കുക. ആ ഒരു രീതി ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരെ പറഞ്ഞ പോലെ ഇത് അവരുടെ തലയിൽ കയറ്റാൻ എനിക്ക് പറ്റില്ല. എന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടത് എന്തുകൊണ്ട്? ഇതെൻ്റെ സമാധാനം, ഇതെൻ്റെ സത്യം. അതെനിക്ക് ലോകം മൊത്തം എടുത്ത് പറയാൻ എനിക്കൊരു നാണക്കേട്, ഒരു മടിയില്ല. ദൈവത്തിന് വേണ്ടി ഞാനിത് ചെയ്യും. അപ്പം എന്നെ ആൾ പേര് ചൊല്ലി വിളിക്കുന്ന പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ പേര് ചൊല്ലി ഇത് ഉണ്ടാക്കിയെന്ന് വെച്ച് ഞാൻ സ്വർഗത്തിലെത്തില്ല. എനിക്ക് അതുപോലെ തന്നെ കുമ്പസാരിക്കണം, പാപങ്ങളേറ്റ് പറയണം. അതുപോലെ തന്നെ ലൈക്ക് ഈശോ സ്വീകരിച്ച് നമുക്ക് ശക്തി കിട്ടണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ വീണ്ടും പാപം ചെയ്യില്ല എന്നുണ്ട് നമ്മൾ നല്ലവരായിട്ട് നടക്കണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കി, അതിന് മുന്നത്തെ വീഡിയോയിൽ സിഗരറ്റ് വലിച്ച് കിട്ടും. അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയും പുതിയ വീഡിയോയിൽ. അപ്പോൾ ഇത് മാട്രിക്സിനെ കുറിച്ച് പറയുന്നതും അത് ദൈവം ഇതിലെങ്ങനെ വർക്ക് ചെയ്യണം, ദൈവത്തിന് എതിരായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ദൈവത്തിനെതിരായിട്ടാണ് ഈ മാട്രിക്സ് വർക്ക് ചെയ്യുന്നത്, അതങ്ങനെ കണക്റ്റ് ആക്കാനുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ മാട്രിക്സിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കി കോടീശ്വരനാവാം, അങ്ങനെയാണ് ആൻഡ്രൂ ടൈറ്റിൻ്റെ വീഡിയോയിൽ അങ്ങനെയൊക്കെയായിരുന്നു. മാട്രിക്സിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കുറേ പൈസ ഉണ്ടാക്കണം. അല്ല, അത് ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. അതൊക്കെയാണ് പല ആൾക്കാരുടെ ഇപ്പോൾ ചിന്താഗതി. ഈ മാട്രിക്സിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കുറേ പൈസ ഉണ്ടാക്കണം. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജന്മത്തെ കുറേ പൈസയിലെത്തില്ല. കാരണം എന്തോരം നേടിയാലും തന്നെയാണ് ബൈബിളിൽ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിന് നഷ്ടമായ എന്ത് പ്രയോജനം? ഒരു കാര്യമില്ല. ഒരു മരിച്ചവനൊന്നും കൊണ്ടുപോകണില്ല. അപ്പം എന്തിനും ഇത് കെട്ടിപ്പിടിക്കണം? നമ്മൾ ജീവിക്കുന്ന ടൈമിൽ സ്നേഹത്തിലും ഒരു സന്തോഷത്തിലും ഐക്യത്തിലും വളരണം. അതാണ് ദൈവം ഉദ്ദേശിച്ചത്. ദൈവം ഉദ്ദേശിച്ച ലോകം എന്ന് പറഞ്ഞാൽ ഈ മാട്രിക്സ് ഇല്ലാത്തൊരു ലോകം. നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യന്മാർ മണ്ണിൽ പണിയെടുക്കണം, വരുന്നു, സ്നേഹിക്കുന്നു, എല്ലാവരും തമ്മിൽ കണക്ട് ചെയ്യുക. അങ്ങോട്ട് ഫുഡ് ഇല്ലാത്തവന് ഫുഡ് കൊടുക്കണം, വസ്ത്രം ഇല്ലാത്തവന് വസ്ത്രം, എല്ലാവർക്കും താമസിക്കാൻ വീട്. ഇത്ര മതിയായിരുന്നു. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതാണ് ദൈവം ഉദ്ദേശിച്ച ലോകം. ഒരു കോംപ്ലിക്കേറ്റഡും അല്ല. ഭക്ഷണം ഉണ്ടാക്കുക, തിന്നുക,
ഭക്ഷണം ഉണ്ടാക്കുക, തിന്നുക, ഉറങ്ങുക, ഭക്ഷണം ഉണ്ടാക്കുക, തിന്നുക, അത്രേ ഉള്ളൂ. ഇതാണ് മാട്രിക്സ്. ഇത് നമ്മളെ ഇങ്ങനെ ഈ ഓരോ ജോലി ചെയ്യിപ്പിക്കുക, ജോലി ചെയ്യിപ്പിക്കുക, ഫോൺ നോക്കുക, സമയം കളയുക, ജീവിതം ഒരു അർത്ഥമില്ലാണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. ഈ ഇടയായിട്ട് നമ്മൾക്ക് തോന്നും ഇതെന്താ സമയം ഇങ്ങനെ പോണേ. അല്ല, നിങ്ങൾ ഈ മാട്രിക്സിൽ പെട്ടു. ഇത്ര നാളുകൾക്ക് ശേഷം ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഫ്ലൈറ്റിൽ ട്രയൽസ് എന്നൊക്കെ പറഞ്ഞ സംഭവം, ഫ്ലൈറ്റിൽ നിന്ന് പുക വിടുന്നത്, അങ്ങനെയൊക്കെ ഓരോ സംഭവം. എനിക്ക് തോന്നണ ഇവർ ഈ സണ്ണിനെ ഈ ചൂട് ഇവർ കൂട്ടി കൊണ്ടുവരുന്നുണ്ട്, ഓരോ കെമിക്കൽസ് ഇതിൽ പറത്തി വിട്ടിട്ട്. അങ്ങനെയാണ്. ഇത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തനിയെ പുറത്ത് പണി ചെയ്യുന്നതൊക്കെ നിർത്തി AC ഒക്കെ ഇട്ട് ഉള്ളിലേക്ക് പോവുക. നമ്മളിങ്ങനെ അടച്ചടച്ച് കൊണ്ടുവരാം. ഒരു ജയിലിൽ ഇട്ടിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ദൈവത്തിനെ കാണണം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം ഈ മാട്രിക്സിൽ. അതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാട്രിക്സിൽ നിന്ന് നിങ്ങളെല്ലാവരും രക്ഷപ്പെടണം. അപ്പോൾ അതിന് ദൈവത്തിനെ കൂട്ടുപിടിക്കുക, ഈശോനെ കാണാം. ഈശോയിൽ നമ്മളിപ്പോൾ മാട്രിക്സിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട് ആ ഒരു ലോകം എന്ന് പറഞ്ഞാൽ വളരെ കാലയളവ് പിടിക്കും. നമുക്ക് എല്ലാവരും മാറ്റി വരുത്താനൊന്നും പറ്റില്ല. അപ്പം ഞാൻ എന്തിനീ വീഡിയോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂമി തീരാറായി. 6000 വർഷമായിട്ട് കാലയളവുള്ളൂ. അപ്പോൾ 6000 വർഷം ആവാറായി. 4000 വർഷമായി. ഇപ്പോൾ ഈശോ ഒന്നും ഇനി 2000 വർഷം കൂടെ. ഇപ്പോൾ 2000 വർഷം എത്ര. ഇപ്പോൾ ഈശോൻ്റെ മരണത്തിന് ശേഷം അങ്ങോട്ട് വളരെ സീനായി ക്രിസ്ത്യൻസാണ്. പക്ഷെ ഇതിലേറ്റവും ഈ മാട്രിക്സിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പൈസ ഉണ്ടാക്കി രക്ഷപ്പെടാൻ ഓടുന്നവർ. അവരൊക്കെ മണ്ടന്മാർ. പിള്ളേരൊക്കെ കയറ്റി വിടാ, നിങ്ങൾ അവിടെ പോയി പൈസ ഉണ്ടാക്കുക. അവരവിടെ പോയി പൈസ ഉണ്ടാകുന്നിട്ട് ഫോണിലാണ് ജീവിതം. ഇമോഷൻസൊക്കെ ഫോണിൽ. ഒരു റീല് കണ്ടു, പവർ. ഒരു റീല് കണ്ടു, അയ്യോ സാഡ്. കരയേണ്ടവർക്ക് കരയേണ്ട റീല്, ചിരിക്കേണ്ടവർക്ക് ചിരിക്കേണ്ട റീല്. ഇനി വല്ലവൻ്റെ കുട്ടീനെ കളിപ്പിക്കുന്നു, സ്വന്തം ചേച്ചി അനിയത്തി പ്രസവിച്ച് വീട്ടിലുണ്ടാവും, അത് വന്ന് കാണാൻ ഭാഗ്യമില്ല. അവിടെ നിന്നിട്ട് ഫോണിൽ കാണാൻ പൈസ ഉണ്ടാക്കുക, വീട്ടിലേക്ക് അയക്കുക, പൈസ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോവാത്ത. എന്നെപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് വറക്കേക്ക്. അല്ല, അതിന് മുന്നേ ഈ വീഡിയോ ഉണ്ടാക്കണം. എനിക്കും ജോലി ചെയ്യാൻ പോകേണ്ട വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയില്ല. എനിക്ക് ഈ കുടുംബത്തിൽ നിൽക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ എൻ്റെ വീട്ടിൽ അത് തല്ലായി വരും. ഇത് എന്തിട്ട് ദൈവത്തിനെ പറഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം എനിക്ക് തിന്നാൻ തരില്ല. അപ്പോൾ എനിക്ക് ഇനി ജോലിയൊക്കെ തേടി പോകാണ്ട് വരും. അതിന് മുന്നേ എനിക്ക് ദൈവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതെല്ലാവരിലേക്കും ആ ഒരു ചിന്ത കൊണ്ടുവരുത്തണം. അപ്പം നിങ്ങളെ ഞാൻ കണ്ടുപിടിക്കാൻ സഹായിക്കും. നിങ്ങളെന്തായാലും കണ്ടുപിടിക്കും. അതെത്തണ വരെ ഞാൻ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതാണ് ഇനി എൻ്റെ ലക്ഷ്യം, എൻ്റെ ഒരു ജീവിത ലക്ഷ്യം. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ശരി, അപ്പോൾ ടാറ്റ.